കേരളത്തിൽ കാലങ്ങളായി നിലനിന്നുകൊണ്ടിരുന്ന ഒരു ആചാരം പെട്ടെന്ന് ഇല്ലാതാവാൻ പോവുകയാണോ? അതും ഒരു സാമൂഹിക വിപ്ലവവും ഇല്ലാതെ. അതെ, അങ്ങനെയൊന്ന് നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്താണ് ആ ആചാരം എന്നാണോ? പെണ്ണായാൽ പൊന്നു വേണം, അതും കല്യാണ ദിവസം കുറെ അധികം വേണമെന്ന ഒരു കോൺസെപ്റ്റ് ഒരു ആചാരമായി കൊണ്ട് നടക്കുന്നവരാണ് നമ്മൾ. എന്നാൽ ഇപ്പോൾ സ്വർണത്തിന്റെ വില റോക്കറ്റ് പോലെ പോകുന്നത് കാണുമ്പോൾ സ്വർണത്തിന്റെ കാര്യത്തിൽ ഒരു മാറ്റം നടക്കാനുള്ള സാധ്യതയില്ലേ? കാര്യം, സ്വർണത്തിന് വലിയ വിലയില്ലാതിരുന്നപ്പോൾ കുറെ സ്വർണം വാങ്ങിക്കൂട്ടിയവരൊക്കെ ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും. വിചാരിക്കാത്ത ഒരു പൈസയാണല്ലോ കിട്ടാൻ പോകുന്നത്. എന്നാൽ ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്നവരുടെ സ്ഥിതി എന്താണ്? സ്വർണത്തിന് ഇങ്ങനെ വില കൂടുമ്പോൾ കല്യാണത്തിന്റെ കാര്യത്തിൽ ഒരു മാറ്റം സംഭവിക്കുമോ? കേരളത്തിലെ കല്യാണങ്ങളിൽ സ്വർണ്ണമാണ് എല്ലാം. ഒരു പാരലൽ ഡൗറി പോലെ പോലും ഈ സ്വർണം പ്രവർത്തിക്കാറുണ്ട് പലപ്പോഴും. കുടുംബത്തിന്റെ ആസ്തി, സ്റ്റാറ്റസ് ഇതൊക്കെ ഉയർത്തിക്കാട്ടാനുള്ള ഒരു വഴി കൂടിയാണ് എത്ര പവൻ സ്വർണം കൊടുക്കുന്നുണ്ട് എന്നത്. നല്ല റിച്ച് ആയിട്ടുള്ളവർക്ക് ഇപ്പോഴും സ്വർണ്ണവില ഒരു പ്രശ്നമായിരിക്കില്ല. മാത്രമല്ല, സ്വർണ്ണവില കൂടുന്നത് ചിലപ്പോൾ സന്തോഷം തരുന്ന കാര്യവുമായിരിക്കും. എന്നാൽ മിഡിൽ ക്ലാസ്സുകാരുടെ കാര്യം അങ്ങനെയല്ല. സ്വർണം വാങ്ങുകയും വേണം, എന്നാൽ പൈസ ഒന്നിനും തികയുകയുമില്ല എന്ന അവസ്ഥ. എന്നാൽ സ്വർണ്ണമിട്ട് പട്ടുസാരി ഉടുത്തുള്ള വധു എന്ന നമ്മുടെ ആ ട്രഡീഷണൽ സങ്കല്പം അങ്ങനെ അങ്ങ് മറന്നു കളയാൻ പറ്റുമോ? അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഒരു സൈഡിൽ കൂടി നമ്മുടെ സമൂഹം ഇക്കാര്യത്തിൽ ഇവോൾവ് ആകുന്നുണ്ട് എന്നതാണ് സത്യം. സ്വർണം ഒരു സ്റ്റാറ്റസ് സിംബൽ എന്നതിൽ നിന്നും മാറി കാണാനുള്ള ഒരു ഭംഗി അഥവാ എസ്തെറ്റിക്സ് എന്ന് മാത്രം ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് പലരും. അവിടെയാണ് സ്വർണം പോലെ തോന്നിക്കുന്ന സ്വർണ്ണമല്ലാത്ത ആഭരണങ്ങൾ, റെന്റിനെടുക്കുന്ന ആഭരണങ്ങളൊക്കെ ട്രെൻഡിങ് ആകുന്നത്. ലുക്കിനൊട്ടും കുറവ് വരികയുമില്ല. നമ്മുടെ ട്രഡീഷനിലും മാറ്റം വരുത്തണ്ട, പിന്നെ പണവും ചിലവാകില്ല. ഇപ്പൊ പല കല്യാണങ്ങളിലും ഈ ട്രെൻഡ് കടന്നു വരുന്നുണ്ട്. സ്വർണ്ണവിലയുടെ തള്ളിക്കയറ്റം നൈസായി മറികടക്കാൻ പുതുതലമുറ പഠിച്ചിരിക്കുന്നു. ദുരഭിമാനം കൊണ്ട് നടക്കുന്ന പഴയ തലമുറയിലെ ചില അമ്മായിമാരെയും അമ്മാവന്മാരെയും കൺവിൻസ് ചെയ്യാൻ മാത്രമാണ് പണി. മറ്റൊരു ട്രെൻഡാണ് മിനിമൽ ജ്വല്ലറി വെഡിങ്. കല്യാണത്തിന് ഗോൾഡ് വേണ്ട എന്ന് കപ്പിൾ തീരുമാനിക്കുന്ന ട്രെൻഡുമുണ്ട്. അടുത്ത പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. സ്വർണത്തെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയ്ക്ക് നമ്മൾ വാങ്ങുന്ന സ്വർണ്ണമൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്നത് ജീവിതത്തിൽ അൺസർട്ടിനിറ്റീസ് വരുമ്പോഴാണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് ആശുപത്രി ചെലവ്. ഇപ്പൊ പലർക്കും ആശുപത്രി ചെലവുകൾ വരുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ്. അതുകൊണ്ട് നിങ്ങൾ അത്യാവശ്യം സമ്പാദിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങൾക്കും ഫാമിലിക്കും ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വെക്കുക എന്നതാണ്. അത്തരത്തിൽ വിവിധ കമ്പനികളെ കമ്പയർ ചെയ്ത് ഇഷ്ടമുള്ള കമ്പനിയുടെ ഇൻഷുറൻസ് എടുക്കാൻ നോക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ 25% വരെ ഡിസ്കൗണ്ട് ഉണ്ട്. അതിനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമ്പനിയിലും കൊടുത്തിട്ടുണ്ട്. അവിടെ ചെക്ക് ചെയ്യുമ്പോൾ മാസം 400 to 500 രൂപ മുതൽ പ്രീമിയത്തിൽ തുടങ്ങുന്ന പ്ലാനുകളുണ്ട്. 1 കോടി വരെ കവറേജ് ഉള്ള പ്ലാനുകൾ എടുക്കാം. പ്രവാസികൾക്കും വിദേശത്തെ അപേക്ഷിച്ച് 35% കുറവിൽ ഇന്ത്യയിൽ നിന്നും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി ക്ലെയിമിന്റെ ആവശ്യം വന്നാൽ ഇൻഷുറൻസ് എടുത്തെടുത്തു നിന്ന് തന്നെ ക്ലെയിം സപ്പോർട്ട് 30 മിനിറ്റിനുള്ളിൽ കിട്ടും. അതിന്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. ഒരു ഗുരുതര അസുഖം വന്നാൽ ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഒരു ചെറിയ തുക മുടക്കി ഇപ്പൊ തന്നെ അത് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയി എടുത്താൽ 25% വരെ ഡിസ്കൗണ്ടും കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. എന്നാൽ ഇനി വീഡിയോയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നാട്ടിൽ മാറി വരുന്ന മറ്റു കാര്യങ്ങൾ രജിസ്റ്റർ മാരേജ്, ഡെസ്റ്റിനേഷൻ വെഡിങ്, കല്യാണത്തിനുള്ള സ്വർണം ബ്രൈഡ് സ്വന്തമായി പണിയെടുത്തുണ്ടാക്കൽ, അങ്ങനെ പല പല ട്രെൻഡുകളും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ഇതുവരെ നമ്മൾ ഒരു ചോദ്യവും ചോദിക്കാതെ പിന്തുടർന്ന സ്വർണം കൊടുക്കൽ എന്ന ആചാരത്തെ ഇപ്പോൾ ഈ സ്വർണ്ണവില റോക്കറ്റ് പോലെ പോകുന്ന സാഹചര്യത്തിൽ നമ്മൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി വേറൊരു ട്രെൻഡ് ഉള്ളത്, സ്ത്രീകൾക്ക് ഇപ്പോൾ ട്രഡീഷണൽ ആഭരണങ്ങൾ വലിയ താല്പര്യമില്ല. പകരം ലൈറ്റ് വെയിറ്റ്, ക്യാരറ്റ് കുറവുള്ള ആഭരണങ്ങളാണ് ഇഷ്ടം എന്നതാണ്. 12 ക്യാരറ്റിലും 18 ക്യാരറ്റിലും തീർത്ത ആഭരണങ്ങൾ മാത്രമായി സ്വർണ്ണത്തെ ധരിക്കാനാണ് ഇപ്പോൾ പലരും ഇഷ്ടപ്പെടുന്നത്. അതും സ്വർണ്ണവിലയെ മറികടക്കാനുള്ള ഒരു വഴിയാണ്. ചുരുക്കി പറഞ്ഞാൽ സ്വർണ്ണവിലയുടെ ഈ തള്ളിക്കയറ്റം നമ്മുടെ കല്യാണങ്ങളെ ഒന്ന് നവീകരിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. പണ്ട് കല്യാണം എന്നത് ഒരു സാമ്പത്തിക ഡീലായിരുന്നു. പെണ്ണിന് ഞങ്ങൾ ഇത്ര പവൻ ഇടും, ഞങ്ങൾക്ക് ഇത്ര പവൻ വേണം എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർപ്പാക്കുന്ന ഒരു ഡീൽ. ഇപ്പോൾ ഉണ്ടായി വരുന്ന വ്യത്യാസം, കല്യാണം പിക്ചർ പെർഫെക്റ്റ് ആവുക എന്നതാണ് എല്ലാവരുടെയും ഉദ്ദേശം എന്നതാണ്. അതായത് ഫോട്ടോസ്, റീൽസ്, സ്റ്റോറീസ് ഇതൊക്കെ ഗംഭീരമാവുക എന്ന വളരെ നിഷ്കളങ്കമായ ഉദ്ദേശമാണ് ഇന്നുള്ളത്. എസ്തെറ്റിക്സിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ. കാണാൻ നല്ല രസമായിരിക്കണം, റിച്ച് ലുക്ക് വേണം, അതിപ്പോ ഗോൾഡ് ഒറിജിനൽ ആകണം എന്നൊന്നുമില്ല. ശരിക്കും അതൊരു നല്ല മാറ്റമാണ്. ഇന്നും ചില കടുംപിടുത്തക്കാർ സ്വർണം, പണം എന്നൊക്കെ പറഞ്ഞ് ഉടക്കാറുണ്ടെങ്കിലും പൊതുവെ ആ ഒരു ഷിഫ്റ്റ് നമുക്ക് കാണാൻ കഴിയും. എല്ലാവരും അങ്ങ് മാറി ഇതൊക്കെ വലിയ പുരോഗമനം മനസ്സിലുള്ളത് കൊണ്ടാണ് എന്നൊന്നുമല്ല പറഞ്ഞു വരുന്നത്. ഈ മാറ്റത്തിന് പുറകിൽ പല കാരണങ്ങളുണ്ട്. ഒന്ന് തീർച്ചയായും സ്വർണം നല്ല എക്സ്പെൻസീവ് ആയി എന്നത് തന്നെയാണ്. ജീവിതം കുറച്ചുകൂടി പ്രാക്ടിക്കലാക്കാം, കടുംപിടുത്തം വേണ്ട എന്ന യുവതലമുറയുടെ ചിന്തയും ഇതിന് പുറകിലുണ്ട്. ഒപ്പം സ്ത്രീകൾ കുറച്ചുകൂടി ഇൻഡിപെൻഡന്റ് ആയി അഭിപ്രായങ്ങൾ ലൗഡായി പറയാൻ തുടങ്ങി എന്നതും ഒരു മാറ്റമാണ്. വിവാഹത്തിന്റെ കാര്യത്തിൽ കുടുംബക്കാർക്കും മുകളിൽ കപ്പിൾ തീരുമാനമെടുക്കാൻ തുടങ്ങി എന്നതാണ് ഈ മാറ്റത്തിന് പുറകിലെ ഏറ്റവും വലിയ കാര്യം. സ്വർണ്ണമൊക്കെ എന്തെങ്കിലും ആകട്ടെ, ഇൻസ്റ്റയിൽ ഇടാൻ നല്ല അടിപൊളി പിക്ക് കിട്ടിയാൽ മാത്രം മതി എന്ന് കപ്പിൾ അങ്ങ് തീരുമാനിച്ച പിന്നെ റിലേറ്റീവ്സ് എന്ത് ചെയ്യാം? സ്വർണത്തിന്റെ കാര്യത്തിൽ സംഭവിക്കുന്ന ഈ മാറ്റം കൊണ്ടുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും നല്ലതാണ്, പ്രാക്ടിക്കലായി മാത്രമാണ് യുവതലമുറ ചിന്തിക്കുന്നത് എന്നൊന്നും ഈ പറഞ്ഞതിനൊന്നും അർത്ഥമില്ല. സ്വർണം കുറയ്ക്കുന്നത് പ്രാക്ടിക്കലായ തീരുമാനമാണെങ്കിലും ഇപ്പൊ ഉണ്ടായിട്ടുള്ള വേറൊരു ട്രെൻഡ്, ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട ചെലവുള്ള പരിപാടികളുടെ എണ്ണം വല്ലാതെ കൂടിയിട്ടുണ്ട് എന്നതാണ്. പണ്ട് മെയിനായി ഒരു നിശ്ചയം, പിന്നെ കല്യാണം, ഇത് രണ്ടും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് ഈ രണ്ടെണ്ണത്തിൽ ഒതുങ്ങുന്നതല്ല കല്യാണ പരിപാടികൾ. കല്യാണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുടെ എണ്ണം കൂട്ടാനാണ് യുവതലമുറയ്ക്ക് താല്പര്യം. പിന്നെ പരിപാടികളെല്ലാം കളർഫുൾ ആയിരിക്കണം, ഫോട്ടോസ് എല്ലാം ഇൻസ്റ്റാ പെർഫെക്റ്റ് ആയിരിക്കണം. പണ്ട് കല്യാണ സമയത്ത് അതിഥികൾ വിഷ് ചെയ്യാൻ വരുമ്പോൾ ചെക്കനും പെണ്ണും ഇരിക്കുന്നത് സാധാ കസേരകളിലാണെങ്കിൽ ഇന്ന് മിക്കപ്പോഴും കസേരകളും മണ്ഡപവും മാലകളും
ആളുകളും ഫുഡും ഒക്കെ രാജകീയ സെറ്റപ്പാണ്. അതായത് സ്വർണം ഫ്ലാഷ് ചെയ്ത് കാണിക്കുന്ന ആഡംബരം ഇന്ന് പയ്യെ മറ്റ് സംഭവങ്ങളിലേക്ക് തിരിയുന്നു എന്ന് മാത്രം. എന്നാലും സത്യത്തിൽ ഇത് മുമ്പത്തെ സ്വർണം പണം ഡീലിനേക്കാൾ മെച്ചപ്പെട്ട ഒന്നായാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് കല്യാണം എന്നത് അതിലെ എല്ലാ ചെലവും ഉൾപ്പെടെ കഴിക്കാൻ പോകുന്നവരുടെ മാത്രം ബാധ്യതയും ഡ്രീമും ഒക്കെ ആകുമ്പോൾ അതിലെ ഗുണവും ദോഷവും ഒക്കെ അവർ തന്നെ അനുഭവിച്ചാൽ മതിയല്ലോ. വീട്ടുകാർ പവൻ കണക്കിന് സ്വർണം വാങ്ങി മുടിയേണ്ട അവസ്ഥ വരില്ലല്ലോ. അതിനിപ്പോ ദിവസേന കൂടി വരുന്ന സ്വർണ്ണവില ഒരു കാരണമാകുന്നുണ്ടെങ്കിൽ അതും നല്ലത് തന്നെ. പിന്നെ ചെറിയ രീതിയിൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ എന്ന രീതിയിൽ സ്വർണത്തിന്റെ ഈ കുത്തനെയുള്ള വിലക്കയറ്റം കുറച്ച് തിരിച്ചറിവ് നൽകിയിട്ടുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2010കളിലൊക്കെ നാട്ടിലെ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് റിയൽ എസ്റ്റേറ്റ് ആയിരുന്നു. അന്ന് എല്ലാവരും തന്നിരുന്ന ഒരു ഉപദേശം ഉള്ള പൈസയ്ക്ക് സ്ഥലം വാങ്ങിയിടുന്നതാണ് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് എന്നാണ്. പൃഥ്വിരാജിന്റെ ഇന്ത്യൻ റുപ്പി സിനിമയിൽ കാണിച്ചതുപോലെ നാട്ടിലെ എല്ലാവരുടെയും സൈഡ് ജോലി റിയൽ എസ്റ്റേറ്റ് ആയിരുന്നു. ചിലർക്ക് നല്ല വായ്ത്താളം കൊണ്ട് ലക്ഷങ്ങൾ റിയൽ എസ്റ്റേറ്റിലൂടെ ഉണ്ടാക്കി. എന്നാൽ നോട്ട് നിരോധനം കൊണ്ടാണോ എന്നറിയില്ല, പെട്ടെന്ന് ആ പരിപാടി ഏറെക്കുറെ നിന്നു. അന്ന് പെട്ടെന്ന് തന്നെ മറച്ചു വിൽക്കാം എന്ന് കരുതി നല്ല പൈസയ്ക്ക് സ്ഥലം വാങ്ങിയവർ കുറെ പേരൊക്കെ പെട്ടു. പിന്നെ കോവിഡിന് ശേഷം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കുതിച്ചുയർന്നപ്പോൾ എല്ലാവരും തന്നിരുന്ന ഉപദേശം ഉള്ള പൈസ മാർക്കറ്റിൽ ഇട്ടാൽ മതി, പൈസ ടപ്പേന്ന് ഇരട്ടിയാകും എന്നൊക്കെയാണ്. അങ്ങനെ കുറെ പേര് പൈസയുണ്ടാക്കി. എന്നാൽ കുറെ പേര് ലോൺ എടുത്ത് വരെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ച് പെടുകയും ചെയ്തു. ഇപ്പൊ ഏതാണ്ട് ഒരു വർഷമായി മാർക്കറ്റിന് കാര്യമായ ചലനമൊന്നുമില്ല. ഇപ്പൊ ട്രെൻഡ് സ്വർണവും വെള്ളിയും ഒക്കെയാണ്. ഞാൻ ഈ പറഞ്ഞതിന്റെയൊക്കെ അർത്ഥം ഈ നിക്ഷേപങ്ങളൊക്കെ തെറ്റാണ് എന്നല്ല. എല്ലാ പണവും ഒരു കുട്ടയിൽ തന്നെ ഇടുന്നതിലെ പ്രശ്നം എമർജൻസി ഫണ്ട് മാറ്റിവെക്കാതെ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് കാരണം കൊള്ള പലിശയ്ക്ക് ലോൺ എടുത്ത് നിക്ഷേപിക്കുന്നതിലേക്ക് ഡേഞ്ചർ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നതാണ്. ദ സൈക്കോളജി ഓഫ് മണി എന്ന ബുക്കിൽ പറഞ്ഞ പോലെ പണത്തിന്റെ കാര്യത്തിൽ ഇത്ര മതി എന്ന് തിരിച്ചറിയാൻ കൂടി കഴിയുന്നവർക്ക് പലപ്പോഴും നഷ്ടം വരാതെ രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ നമ്മളിൽ ഭൂരിഭാഗം പേരും അങ്ങനെ ഈ ഒരു ലാഭം മതി എന്ന് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ സ്വർണത്തിന്റെ ഇപ്പോഴത്തെ കയറ്റവും കുറെ പേർക്ക് ലാഭവും കുറെ പേർക്ക് നഷ്ടവും ഉണ്ടാക്കുമെന്നത് സംശയമില്ല. അപ്പൊ എന്താണ് സ്വർണത്തിന്റെ വിലക്കയറ്റം കാരണം നമ്മുടെ കല്യാണ രീതികൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും നിക്ഷേപകരുടെ സൈക്കോളജിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. സ്വർണത്തിലും വെള്ളിയിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലത് തന്നെ. പക്ഷെ അതിന്റെ ഒപ്പം നിങ്ങളുടെ സമ്പാദ്യവും നിക്ഷേപവും ഒക്കെ സുരക്ഷിതമായിരിക്കാൻ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കൂടി എടുത്തു വെച്ചോളൂ. ഇല്ലെങ്കിൽ അതെല്ലാം ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ നഷ്ടമാകും. ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയി ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളിൽ നിന്നും 25% വരെ ഡിസ്കൗണ്ടോടുകൂടി നിങ്ങളുടെ കുടുംബത്തിന് നല്ലൊരു ആരോഗ്യ ഇൻഷുറൻസ് ഇപ്പോൾ തന്നെ എടുത്തു വെക്കും. വൈകിക്കേണ്ട. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താൽ മതി. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.